കലാലയമാണ്. നാക്ക് എ ഗ്രേഡ് നേടിയ ഈ മധ്യതിരുവിതാംകൂറിലെ ഏക സ്വാശ്രയ കോളേജാണ് നമ്മുടെ മാർഗസ്വാസ് കോളേജ്. ഒരുപാട് റാങ്കുകൾ ഓരോ വർഷം നമ്മുടെ കോളേജിൽ ലഭിക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി ഉന്നതമായിട്ടുള്ള ജോലി മേഖലയിലേക്കൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കുഞ്ഞച്ചൻ ചെയർ ഇവിടെ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വിദ്യാർത്ഥികൾക്ക് വലിയൊരു പ്രചോദനമാണ്. കുറേ കാലിക സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളും ശൈലികളും ഒക്കെ ഉണ്ടെങ്കിലും സാമൂഹ്യ സേവനത്തിൽ ഒരു നല്ല ശതമാനം വിദ്യാർത്ഥികളും തൽപരരാണ് എന്നുള്ളത് അറിയാം. കുഞ്ഞച്ചൻ ചെയറിൽ നമുക്കറിയാം പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ഭാഗം ചേർന്ന് കുഞ്ഞച്ചൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ച സെമിനാറുകളും സാർ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ വളരെ ക്രിയാത്മകമായിട്ടുള്ള സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുവാനുള്ള ഒരു പ്രചോദനം കൂടി നമ്മളുടെ വിദ്യാർത്ഥികളാണല്ലോ വരും തലമുറയായിട്ട് മാറും. അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് നമ്മളുടെ ഈ ചെയർ സ്ഥാപിക്കുന്നത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് രാമപുരം കോളേജ് വിദ്യാഭ്യാസ ഔന്നത്യത്തിനൊപ്പം തന്നെ ഇതിനുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുന്നതിനുള്ള വലിയ ശ്രദ്ധ കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ലക്ഷ്യം കൂടിയാണ് ഈ കുഞ്ഞച്ചൻ ചെയർ ഇവിടെ ആരംഭിക്കുന്നത് സാധ്യമാകുന്നത്. അത് വിദ്യാർത്ഥികൾക്ക് നമ്മളുടെ പൊതുസമൂഹത്തിന് വളരെ ഗുണകരമായി മാറും. സംശയമില്ല. സാമൂഹ്യ ബോധമുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളെ ചേർത്ത് നിർത്തുവാനായിട്ട് ഉള്ള ആശയങ്ങൾ നമ്മളുടെ പുതുതലമുറയിലേക്ക് കൈമാറ്റപ്പെടുമെന്നതിന് സംശയമില്ല. അതാണ് നമ്മളുടെ ഈ ചെയറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ മറ്റൊന്ന്. അത് നമുക്ക് വലിയ പ്രചോദനമായിട്ട് നാളുകളിൽ നടക്കും. എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ വരുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ നല്ല പിന്തുണയും പ്രോത്സാഹനവും രാമപുരം കോളേജിന് നൽകുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷകരം. അത് ഇനിയും തുടർന്നുണ്ടാകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിന് വലിയ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ പുതിയതായി ഈ കോളേജിൽ ആരംഭിക്കുന്ന വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ചെയറിൻ്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ടിട്ടുള്ള ഫാദർ പുലിയറമ്പിലച്ചനുണ്ട്. കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജീവ് കൊച്ചുവർമ്മലുണ്ട്. അതുപോലെ തന്നെ സ്റ്റാഫ് സെക്രട്ടറി സുനിൽ സാറുമാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കോളേജ് നിങ്ങൾക്ക് ഏവർക്കും അറിയാം 31 കൊല്ലത്തെ ചരിത്രമുള്ള ഒരു കോളേജാണ്. ഈ കോളേജിൽ പുതിയതായി ഒരു ചെയർ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ചെയറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ രാവിലെ 11:30 പാലാരൂപതയുടെ അഭിമന്യ പിതാവ് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് നിർവഹിക്കുകയാണ്. ഈ ചെയർ ഉദ്ദേശിക്കുന്നത് കുഞ്ഞച്ചൻ്റെ ദർശനങ്ങളെ പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യവും. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ഇതിൻ്റെ ഈ ചെയറിൻ്റെ അടിസ്ഥാനത്തിൽ ഫീൽഡ് സർവേകൾ, സെമിനാറുകൾ, ലെക്ചർ സീരീസുകൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൂടെ എന്തിനു വേണ്ടിയാണോ കുഞ്ഞച്ചൻ നിലകൊണ്ടത്, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ നിലകൊണ്ടത്, അത് പുതുതലമുറയിലേക്ക് എത്തിക്കുകയും പഠിക്കുകയും എന്നുള്ള ലക്ഷ്യം വെച്ചാണ്. ഈ ചെയറിൻ്റെ ചുമതല ഔപചാരികമായി ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഡയറക്ടറായ പുലിയറമ്പിലച്ചനാണ്. അച്ഛൻ വൈസ് പോസ്റ്റേറ്ററും കൂടെയാണ്. അതിനോടൊപ്പം തന്നെ ഈ കോളേജിലെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ റെജിന സെബാസ്റ്റ്യനാണ് ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഒത്തിരി ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ചെയ്ത് ഭംഗിയായി മുന്നോട്ട് പോകുന്ന ഒരു കലാലയം, നൂതനമായ കോഴ്സുകളോട് മുന്നോട്ട് പോകുന്ന കലാലയത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വലിയൊരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ട ഒരു വലിയ മാറ്റമായിരിക്കാം നാളെ തുടക്കം കുറിക്കുന്നത്. കുഞ്ഞച്ചനെക്കുറിച്ചും ചെയറിനെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പുലിയറമ്പിലച്ചൻ സംസാരിച്ചോളൂ. ഏപ്രിൽ 30 രാമപുരത്തെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ കുഞ്ഞച്ചൻ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസം. പക്ഷേ ഈ വർഷത്തിന് ഒരു കൂടുതൽ പ്രത്യേകതയുള്ളത് കുഞ്ഞച്ചൻ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ 20ാം വർഷമാണ്. 2006 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടത്. അതേസമയം 2 വർഷം മുൻപാണ് ധന്യനായി പ്രഖ്യാപിക്കപ്പെട്ടത്. അതിനൊരു 10 വർഷം മുൻപായിരുന്നു ദേവദാസനായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇങ്ങനെ ആ 3 സ്റ്റേജസ് പെട്ടെന്ന് കടന്നുപോയി. പക്ഷെ പിന്നെ ഒരു വലിയ ഗ്യാപ്പ് 20 വർഷങ്ങളായി വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് നല്ലതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് സാറിൻ്റെയൊക്കെ താല്പര്യത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്ന ഈ ചെയർ തീർച്ചയായിട്ടും സഹായകമാകും എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കുമുണ്ട്. കാരണം കുഞ്ഞച്ചൻ്റെ കാലത്തെ പ്രവർത്തനങ്ങൾ 19ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ അന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളും കുമാരനാശാൻ്റെ കൃതികളുമൊക്കെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്താണ് കുഞ്ഞച്ചൻ, അതൊക്കെ അറിഞ്ഞോ ആണോ അറിയാതെയാണെന്ന് അറിയത്തില്ല, ഈ ഭാഗത്തെ ആളുകളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്.
അതിന് വലിയ ഫലം ഉണ്ടായെന്ന് നമുക്കറിയാം. കാരണം ഇപ്പോൾ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് സഭാപരമായിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാമപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ സഭയിലും അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി, സമൂഹത്തിലും മാറ്റങ്ങൾക്ക് കാരണമായി. അപ്പോൾ അതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട് ഈ ചെയർ സ്ഥാപിക്കുമ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് താനും. കുഞ്ഞച്ചൻ്റെ ആ വീക്ഷണം അല്ലെങ്കിൽ ആ സാമൂഹ്യ പ്രതിബദ്ധത, സാമൂഹ്യ ദർശനങ്ങളൊക്കെ ലോകത്തെ അറിയിക്കുക, അങ്ങനെ ഒരു നവസമൂഹ സൃഷ്ടിക്ക് കാരണമാകാനും കുഞ്ഞച്ചനെ പറ്റിയുള്ള കുഞ്ഞച്ചൻ്റെ ചെയർ അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങൾ സഹായിക്കും എന്ന് തീർച്ചയാണ്.